ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെ ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ഇതൊരു പാർട്ടി വെയറാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതിന് സ്കേർട്ട് കൂടി ഉണ്ട്. ആദ്യം നമുക്ക് ബ്ലൗസ് പഠിക്കാം. അപ്പോൾ നല്ല തുണീൻ്റെ അകത്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നല്ല തുണീൻ്റെ അകത്ത് ചെയ്യുന്നത്, അതുപോലെയെല്ലാം നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റൊന്നും വരില്ല. ഇതാണ് നമ്മളെ മെറ്റീരിയൽ കേട്ടോ. നെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തത്. സാറ്റിൻ ലൈനിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിത് കട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിന് ഒരു ലൈനിങ് അല്ല 2 ലൈനിങ് ഞാൻ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ടോപ്പിൻ്റെയും സ്കേർട്ടിൻ്റെയും കളറ് തമ്മിൽ മാച്ചിങ് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കേട്ടോ. നമ്മൾ ടോപ്പിന് സാറ്റിൻ ലൈനിങ്ങാണ് വെച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ ലേശം ഒന്ന് തിളങ്ങുന്ന പോലെ ഉണ്ടാവും, നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് വേറെ മെറ്റീരിയലും വെച്ച് കൊടുക്കാം, കോട്ടൺ വെക്കൂല കേട്ടോ. അപ്പോൾ ഞാനെന്നാ ചെയ്യുന്നത് വെച്ചാൽ സാറ്റിൻ ലൈനിങ്ങും വെക്കും. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ പാൻ്റല്ല സ്കേർട്ടാണ് ഞാൻ ഇതിന് അടിയിലിടുന്നത്. അപ്പോൾ സ്കേർട്ടിനെടുത്ത ഷിഫോൺ മെറ്റീരിയലും ലൈനിങ് ആയി വെച്ചാലേ എനിക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ കറക്റ്റ് കളറ് ടോപ്പിനും കിട്ടുന്നില്ലോ. അല്ലെങ്കിൽ ഈ ഒരു സാറ്റിൻ ലൈനിങ് മാത്രമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു ലൈറ്റ് കളർ പോലെ, അന്നേരം നമുക്ക് ബോറല്ലേ, അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 ലൈനിങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് കറക്റ്റ് കളർ കിട്ടിയിട്ടില്ലെങ്കിൽ കേട്ടോ. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്നാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ പേപ്പറിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് പ്രിൻസസ് കട്ട് മോഡലിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം തയ്യൽ തുമ്പ് കാര്യങ്ങൾ നമുക്ക് ജോയിൻ ചെയ്യണം. പീസസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പം തയ്യൽ തുമ്പ് വേണം. അപ്പോൾ നമുക്ക് തുണീൻ്റെ അകത്ത് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്താൽ തയ്യൽ തുമ്പ് ഇടാനൊന്നും പറ്റൂല. നമുക്ക് എന്ത് ചെയ്യാം, പേപ്പറിൻ്റെ അകത്ത് കട്ട് ചെയ്ത് തുണീൻ്റെ അകത്ത് ചെയ്യുമ്പം 1/4 ഇഞ്ച് തയ്യൽ തുമ്പോട്ട് കട്ട് ചെയ്താൽ പോരെ. അതല്ലേ നല്ലത്. നമുക്ക് എന്നാൽ ന്യൂസ് പേപ്പർ എടുക്കാം. നമ്മൾ പേപ്പർ ഇപ്പോൾ 2ആയി മടക്കിയിട്ടിട്ട് തന്നെയാണ് ഉള്ളത്. അങ്ങനെയല്ലേ നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബ്ലൗസ് ബാക്ക് ഓപ്പൺ ആണോ ഫ്രണ്ട് ഓപ്പൺ ആണോ എന്ന് ആദ്യം നോക്കിയിട്ട്, ഇതിപ്പം ബാക്ക് ഓപ്പണാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പീസൊക്കെ വെക്കണ്ടേ, ഹുക്ക് വെക്കാനുള്ള പീസ് വെക്കണം. അപ്പോൾ തയ്യൽ തുമ്പെല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രെയിറ്റ് ഒരു 1/4 ഇഞ്ച് എടുത്ത് വരയാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യം ഫുൾ ലെങ്ത്ത് നോക്കാം. 14 ഇഞ്ചാണ് എൻ്റെ ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 15 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ ചെരിഞ്ഞ് പോകാണ്ടിരിക്കാനാണ് ഞാൻ കറക്റ്റ് ഇടുന്നൊക്കെ മാർക്ക് ചെയ്തത് 15. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ബ്ലൗസിന് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യേണ്ടത്. ഇനി ഇതാ നമ്മൾ ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആയതുകൊണ്ട് ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പിൻ്റെയൊക്കെ പോകുമ്പം നമ്മളെ ബ്ലൗസ് ചിലപ്പോൾ ടൈറ്റ് ആവും. പിന്നെ അല്ലെങ്കിൽ നമ്മളെ സൈഡിലെ തയ്യൽ തുമ്പിൻ്റെ അതൊക്കെ നമുക്ക് കുറവ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത് കറക്റ്റായി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ മറന്നു പോകാണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ബാക്ക് നെക്ക് ലെങ്ത്തിനെ നോക്കണം എന്ന് ഞാൻ പറയലുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 5.5 ഇഞ്ച് ഷോൾഡറാണ്. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ ഒരു 1/4 ഇഞ്ച് വരച്ച ലൈനില്ലേ, അവിടെ കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് ആ ഒരു അളവ് നമുക്ക് കൂട്ടാൻ പാടില്ല കേട്ടോ. അത് നമ്മളെ തയ്യൽ തുമ്പാണേ, അത് അവിടെ ഒഴിച്ച് വെച്ചിട്ട് വേണം നമ്മൾ 5.5 മാർക്ക് ചെയ്യാൻ. ഞാനിപ്പോൾ 5.5 കൊടുത്ത് എന്നാന്ന് വെച്ചാൽ ബാക്ക് നെക്ക് ലെങ്ത്ത് 9 വരുന്നുണ്ട്. നല്ല ഡീപ്പ് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ 2 സൈഡിലേക്കും ഊരി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറവ് ഷോൾഡർ മാർക്ക് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫുൾ ഷോൾഡറിൻ്റെ അളവ് 14 വരുന്നുണ്ട്. 14ൻ്റെ പകുതി 7ആണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്ക് നെക്ക് ലെങ്ത്ത് 2.5 ഇഞ്ചിലും കൂടുതലായി വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, 1/4 ഇഞ്ച് കുറക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡർ കാൽക്കുലേഷൻ പ്രകാരമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും അത് പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ കണക്ക് കൂട്ടാനൊന്നും നിൽക്കുന്നില്ല. 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതാ ആം ഹോൾ ലൈനും 5.5 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇത് കണ്ടല്ലോ നിങ്ങൾ. ഞാൻ ഈ മാർക്ക് ചെയ്ത ഈ തയ്യൽ തുമ്പ് കൂട്ടരുതേ. 5.5 മാർക്ക് ചെയ്യുമ്പം ഇനി ഈ താഴിലോട്ടൊന്നും 5.5 ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മളെ ആം ഹോൾ ലൈൻ വരയ്ക്കുമ്പം ചെരിഞ്ഞു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത്. പിന്നെ നമ്മൾ നല്ല തുണിയായതുകൊണ്ട് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ആം ഹോളും 5.5 തന്നെ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് ചേർത്ത് മാർക്ക് ചെയ്യാം, ലേശം ലൂസ് വേണമെങ്കിൽ. അപ്പോൾ ഞാൻ 5.5ൻ്റെ തൊട്ട്
തൊട്ടപ്പുറം മാർക്ക് ചെയ്യുന്നത്. 5.25 ഇല്ല, 5.5 നടുക്കായിട്ടുള്ള ആ ഒരു ലൈനിലാണ് ഇവിടെ മാർക്കിങ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ലേശം ഒന്ന് ലൂസ് വേണം, അതിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് 36 36 ഹരിക്കണം 4 നോക്കിയാൽ 9 കിട്ടും. അപ്പോൾ ലൈനിങ് വെക്കുന്ന ഡ്രസ്സ് ആയതുകൊണ്ട് 1/4 ഇഞ്ച് ലൂസ് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് കിട്ടും. പിന്നെ ലൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 1/4 ഇഞ്ചിന് പകരം നിങ്ങൾ 1/2 ഇഞ്ച് ഇട്ട് കൊടുത്താൽ മതി. 9.5 മാർക്ക് ചെയ്യുക. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നത്, എനിക്ക് കറക്റ്റ് ഫിറ്റായിട്ട് വേണം ബ്ലൗസ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ 9.25 മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു ആം ഹോൾ ലൈൻ വരച്ചതിൻ്റെ എൻഡിൽ നിന്ന് ആടുന്ന് അങ്ങോട്ട് 9.25. അപ്പോൾ ഞാൻ സ്കെയിൽ വെച്ചത് ആദ്യത്തെ ഈ ഒരു തയ്യൽ തുമ്പ് കണ്ടില്ലേ, ഇതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടാട്ടോ, ഒരു ലൈനിൻ്റെ അവിടെ വെച്ചിട്ടാണ്, ഇത് കൂട്ടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഇടുന്ന ഈ ഒരു കോർണറിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 1.25 മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് നല്ല വണ്ണമുള്ളവരാണെങ്കിൽ നിങ്ങൾ 1.5 1.25 മാർക്ക് ചെയ്യണം കേട്ടോ. ആ ഒരു കൈയിൻ്റെ പോർഷനിൽ നല്ല തടിയുള്ളവരാണെങ്കിൽ നമുക്കിത് കുറഞ്ഞു പോവും, പിടുത്തം വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആം ഹോൾ കേവാണ് ഞാൻ വരയ്ക്കുന്നത്. ഈ ഒരു ഫ്രഞ്ച് കേവ് യൂസ് ചെയ്തിട്ട്. ഈ സാധനം നല്ലതാണ് കേട്ടോ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതില്ലെങ്കിൽ കൈ കൊണ്ട് അങ്ങനെയെങ്കിലും വരച്ച് നിങ്ങളാക്കിയാൽ മതി. ഇപ്പോൾ ഇത്ര വരെ ആയി. ഇനി നമുക്ക് എന്താണ് ആം ഹോൾ റൗണ്ടിനെ അളന്ന് നോക്കണ്ടേ. നമ്മൾ പണ്ടേ ചെയ്യുന്ന കാര്യമല്ലേ, ഞാൻ സ്റ്റാർട്ടിങ് ബേസിക് ക്ലാസ്സുകളിലെല്ലാം പഠിപ്പിച്ചേ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കണം. ഫുൾ ആം ഹോൾ റൗണ്ട് 16 16ൻ്റെ പകുതി 8 ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കണം. നോക്ക് നിങ്ങൾ 8.25 കിട്ടുന്നുണ്ട്. ഒരു ലേശം ജാസ്തി വന്നല്ലോ, അപ്പോൾ ഞാൻ ലൂസ് ഇട്ട് കൊടുത്തിനല്ലോ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഞാൻ ആം ഹോൾ ലൈന് ഒരു ലേശം അധികം മാർക്ക് ചെയ്തത്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്. കുഴപ്പമില്ല, എനിക്ക് കുറച്ച് ലൂസ് വേണം. എനിക്കിവിടെ ചെസ്റ്റും ബെസ്റ്റ് സൈസും എല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ വേസ്റ്റ് റൗണ്ടിൻ്റെ അടുത്തേക്ക് പോയേന്ന്. വേസ്റ്റ് റൗണ്ട് എനിക്ക് 31 വരുന്നുണ്ട്. അപ്പം 31ൻ്റെ 4/1 1/4 ഇഞ്ചും ചേർത്ത് ഞാനിവിടെ 8 മാർക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ബെസ്റ്റ് സൈസ് കൂടുതലുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ബെസ്റ്റ് റൗണ്ട് കറക്റ്റായി എടുത്തിട്ട് അതിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ബ്ലൗസ് ക്ലാസ്സിലെല്ലാം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ചിലരൊക്കെ ചോദിക്കും ബാക്ക് പോർഷനല്ലേ കട്ട് ചെയ്യുന്നത്, ബാക്കിൽ എന്തിന് ബെസ്റ്റ് സൈസ് മാർക്ക് ചെയ്യുന്നതെന്ന്. അതെല്ലാം നമുക്ക് ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ എൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിന്. അപ്പോൾ 8 ഇഞ്ചിലിടെ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് തയ്യൽ തുമ്പും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യേണ്ടത്രേ. ഇതിന് നമുക്ക് ജോയിൻ ചെയ്യാം. ചെസ്റ്റിൻ്റെ അടുത്തേക്ക് നമുക്ക് ജോയിൻ ചെയ്തിട്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് സൈസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് വരെ എത്രയാണെന്നോ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് അതിന് നേരെ ബെസ്റ്റിൻ്റെ 4/1 എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല ബെസ്റ്റ് സൈസ് ഉള്ളവരാകുമ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ എനിക്കിവിടെ 9.5 ബെസ്റ്റ് റൗണ്ട് വരുന്നത്, അതും അതിൻ്റെ ആടെ ഒരു പോയിൻ്റ് ഞാൻ കൊടുത്തു. എന്നിട്ട് അതിന് നേരെ ഞാൻ വെച്ചിട്ട് ബെസ്റ്റിൻ്റെ 4/1 എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ വരക്കുമ്പോൾ എന്ത് ചെയ്യും, ആടെ ഒരു ചെറിയൊരു കേവ് ഷേപ്പ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ ബെസ്റ്റ് സൈസിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അതൊന്നും മാർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ചെസ്റ്റും വെസ്റ്റും എല്ലാം ഏകദേശം സെയിം 36 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ചെസ്റ്റും വേസ്റ്റും മാത്രം മാർക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ശ്രദ്ധിച്ച് കേട്ടാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഇടുന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പരയുടെ മാർക്ക് ചെയ്ത് ഇനി മുകളിലത്തെ ഭാഗത്ത് ചെസ്റ്റിൻ്റെ ആടെയും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരക്കണം കേട്ടോ, മുട്ടിച്ച് കൊടുക്കണം ഇങ്ങനെ. എന്നിട്ട് ഇതാ താഴോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മളപ്പോൾ തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിന് ബാക്കിൽ 2 ഡാർട്ട് വരുന്നുണ്ട്. ബ്ലൗസ് നല്ല ഫിറ്റായിട്ട് വേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഡാർട്ടിന് എക്സ്ട്രാ മാർക്കിങ്സ് ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. കുറച്ചൊരു ലൂസിലൊക്കെ വേണ്ടുന്ന ഡ്രസ്സാണെങ്കിൽ നിങ്ങൾ ഡാർട്ടൊക്കെ മാർക്ക് ചെയ്യുമ്പം എന്ത് ചെയ്യുക, എക്സ്ട്രാ ആയിട്ട് ഡാർട്ടിന് വേണ്ടുന്നത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നല്ല ഫിറ്റായിട്ട് നിൽക്കുന്നതായതുകൊണ്ട് ഞാൻ അതൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് ഞാൻ കട്ട് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ നെക്കും കാര്യങ്ങളൊക്കെ ക്യാൻവാസിലാണ് ചെയ്യുന്നത്, എന്നാലേ നമുക്ക് നല്ല നീറ്റായിട്ട് വരത്തുള്ളൂ. ഈ ഒരു ബാക്ക് പോർഷൻ വെച്ചിട്ടാണ് നമ്മളിനി ഫ്രണ്ട് പോർഷൻ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. സിമ്പിൾ പരിപാടിയാണ് നമുക്ക്. പിന്നെ ഈ ഒരു പേപ്പർ കട്ടിങ് വെക്കാണ്ടും നമുക്ക് ചെയ്യാം. പക്ഷേങ്കിൽ നല്ല തുണിയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേപ്പർ കട്ടിങ് വെച്ച് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ആ ഒരു ഡാർട്ടിന് വേണ്ടിയിട്ടുള്ളത് കൂടെ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓരോ അളവുകൾ മാർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം വരച്ച 1/4 ഇഞ്ച് തയ്യൽ തുമ്പില്ലേ,
അത് നോക്കരുത് കേട്ടോ, അത് നോക്കാണ്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് ഹരിക്കണം 10 നോക്കിയാൽ 3.6 കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡാർട്ടിൻ്റെ ഇത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത്. അപ്പോൾ 36 ഹരിക്കണം 10 നോക്കിയാൽ 3.6, 3.5 വരുന്നുണ്ട്. വിഡ്ത്ത് അത് മാർക്ക് ചെയ്തു. അതിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചും എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം 1/2 ഇഞ്ച് താഴെ നമുക്ക് തയ്യൽ തുമ്പിന് പോകുന്നതാണ്. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പം 4 മാർക്ക് ചെയ്തത്. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും 4 ഇഞ്ച് എടുത്തിട്ട് അതിനെ നമ്മൾ ഡാർട്ടാക്കി മാറ്റും. അത്രയേ ഉള്ളൂ. ഇനി ഞാനിത് വേറൊരു പേപ്പർ കൂടി എടുക്കട്ടെ. എന്നിട്ട് ഇനി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 2ആയി മടക്കിയിട്ട് തന്നെയാണ് നമ്മളെ പേപ്പർ ഉള്ളത്. അപ്പോൾ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഫ്രണ്ടിൽ ഇനി നമുക്ക് ആദ്യം വരച്ച പോലത്തെ തയ്യൽ തുമ്പൊന്നും നമുക്ക് വേണ്ട അല്ലേ. നമുക്ക് ഫ്രണ്ട് ഓപ്പൺ അല്ലല്ലോ, നമ്മൾ ബാക്കിൽ ഓൾറെഡി ഓപ്പണിങ്ങിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് വെച്ച്, അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യുക, മടക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിങ് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അളവെല്ലാം കൂടിപ്പോവും. അപ്പോൾ ഇത് ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ട്. ഇത് നമ്മളെ തയ്യൽ തുമ്പ് മാത്രമാണ്. എന്നിട്ടാകുമ്പോൾ മടക്കി വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു പേപ്പറിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം. ഈ ഓരോ കാര്യങ്ങളും മറക്കാണ്ട് തന്നെ ചെയ്യണേ. അതവിടെ മടക്കി വെച്ചിട്ട് ഇതാ ചേർത്ത് വെച്ചിട്ട് ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വരച്ചു കൊടുക്കേണ്ടതാണ്. ഈ ഒരു ആം ഹോളും എല്ലാം നമുക്ക് ട്രേസ് ചെയ്ത് കൊടുക്കണം. അന്നേരം നീങ്ങി പോവാണ്ടിരിക്കാൻ ഇതാ കറക്റ്റ് പിന്നൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ലെങ്ത്ത് 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം എപ്പോഴും പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നതെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിൻസസ് കട്ട് മോഡലിൽ നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റക്കുറച്ചിലെല്ലാം വന്നേക്കാം. അപ്പോൾ നമുക്ക് പ്രശ്നമായിരിക്കും, ലെങ്ത് എല്ലാം കുറയും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും 1/2 ഇഞ്ച് ഇവിടെ എന്തായാലും കൂടുതൽ ഫ്രണ്ട് പോർഷനിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ആം ഹോൾ ട്രേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ലെങ്ത് എല്ലാം കണക്കായി കട്ട് ചെയ്യും കേട്ടോ. അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, അതെല്ലാം നമ്മൾ ലെവലാക്കും. അപ്പോൾ ഈ ഒരു ആം ഹോൾ ട്രേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിലെ ഡാർട്ടിന് വേണ്ടിയിട്ട് പ്രിൻസസ് കട്ട് മോഡൽ ചെയ്യുന്ന ഡാർട്ടിന് വേണ്ടി നമ്മൾ അധികമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ബാക്ക് പോർഷൻ ഈ വെച്ച ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ എൻഡിൽ നിന്ന് 1/2 ഇഞ്ച് കൂടുതലെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എടുക്കാം. അന്നേരം നമുക്ക് കുറച്ച് ഡാർട്ടിന് വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ താഴേന്ന് ഡാർട്ടിന് 1 വേണോ അല്ലെങ്കിൽ 1.5 വേണോ എന്ന് നോക്കിയിട്ട് അത് കണക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എൻഡ് ചെയ്ത ഭാഗത്തുനിന്ന് ബാക്ക് പോർഷൻ്റെ തയ്യൽ തുമ്പ് എൻഡ് ചെയ്യുന്ന അവിടെ നിന്ന് നിങ്ങൾക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ട്രെയിറ്റ് കൊടുക്കാം. മനസ്സിലായല്ലോ? അതാണ് നമ്മളെ ഡാർട്ടിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം, അത് നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ എടുക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും കഴിഞ്ഞിട്ട് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നിങ്ങൾക്ക് ഡാർട്ടിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്തത് കണ്ടല്ലോ. എന്നിട്ട് ആ മേലേന്ന് അടുത്തേക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ മാർക്ക് ചെയ്യാണ്ട് മേലേന്ന് സ്ട്രെയിറ്റ് ഇങ്ങനെ കൊടുത്താലും മതി. ഏകദേശം കണക്ക് തന്നെ ആയിരിക്കും. കണ്ടല്ലോ, ചെറിയൊരു വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഡാർട്ടിന് വേണ്ടി ഫ്രണ്ട് പോർഷനിൽ അധികമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളണേ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്, ഇങ്ങനെയാണ് അധികം എടുത്തത്. ഇനി ഈ പിന്നിനെല്ലാം ഊരി മാറ്റിയിട്ട് ബാക്ക് പോർഷൻ അങ്ങ് എടുത്ത് മാറ്റിയേക്കാം. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇനി നമുക്ക് ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് ലാസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യൂലേ, നമ്മളെ പ്രിൻസസ് കട്ട് ഡാർട്ടൊക്കെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റക്കുറച്ചിൽ ചെറുങ്ങനെ വന്നേക്കാം. എന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്ന കാര്യം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇപ്പം തന്നെ ചെയ്ത് കൊടുക്കാം. നല്ലത് ലാസ്റ്റ് കട്ട് ചെയ്യുന്നതാണ്, പക്ഷെ മറന്നു പോകരുത്. ഞാൻ അതുകൊണ്ട് ഇതാ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്തെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ബോഡി നോക്കിയിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഇഞ്ച് അളവിൽ ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഞാൻ ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് നിങ്ങൾക്ക് പ്രിൻസസ് കട്ട് മോഡലിൽ ഡാർട്ട് കട്ട് ചെയ്യുന്നത് പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ചിലരൊക്കെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിന് കേട്ടിട്ട് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന്. നമ്മളെ ക്ലാസ് എല്ലാം കഴിഞ്ഞില്ലേ? ഞാൻ ബ്ലൗസ് വരെ നിങ്ങളെ പഠിപ്പിക്കുന്നല്ലേ പറഞ്ഞത്. ഞാൻ ലാസ്റ്റത്തോട്ട് കുറച്ച് ഉടായിപ്പാക്കി ചിലതെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത്രയാ പഠിപ്പിച്ചിട്ടൊന്നുമില്ല ലാസ്റ്റത്തോട്ട്. പിന്നെ നമുക്ക് ഇനി അങ്ങോട്ട് എന്താണ് ആരി വർക്ക്, സ്റ്റിച്ചിങ്, അങ്ങനെ എല്ലാ ക്ലാസ്സുകൾ തരാമെന്ന് ഞാൻ വിചാരിക്കുന്ന വീഡിയോസ് കേട്ടോ.
എന്നിട്ട് കുറേ ദിവസം കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീണ്ടും സ്റ്റിച്ചിങ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബ്രസ്റ്റ് വിഡ്ത്തില്ലേ അതിൻ്റെ ആ ഒരു അകലം വേണം. അകലത്തിൻ്റെ പകുതി ഇപ്പോൾ 2 മടക്കിയുണ്ട് അതിൻ്റെ പകുതിയേ വേണ്ടൂ. അതായത് ബെസ്റ്റ് പോയിൻറ്റ് ടു ബെസ്റ്റ് പോയിൻ്റ് വരെ എനിക്കിപ്പോൾ ഒരു 7.25 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ പകുതി എടുത്തിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ഡാർട്ട് കണ്ടുപിടിച്ചില്ലേ, ബാക്ക് ഡാർട്ട് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 അത് തന്നെ നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ 3.6 അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഒരു കുത്തിട്ടാൽ മതി. നമുക്ക് സ്കെയിൽ ആ ഒരു മാർക്ക് ചെയ്തതിന് നേരെ വെക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ അങ്ങനെ ഒരു അളവ് മാർക്ക് ചെയ്തത്. എന്നിട്ട് ആ ഒരു പോയിൻറ്റിൻ്റെ മേലെയാണ് സ്കെയിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് സ്കെയിൽ കറക്റ്റ് അളവിൽ കിട്ടണം. എന്നിട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിൻ്റില്ലേ നമ്മൾ ആ ഒരു നിപ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത് ആടെ വരെ വരുന്ന ലെങ്ത് എത്രയാണോ അതിൻ്റെ ഒപ്പം 1/2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് 9.5 ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ്. അപ്പോൾ 10 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. കണ്ടോ, ഈ ഒരു മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് മേലത്തെയാണ് നമ്മളെ കറക്റ്റ് ഇപ്പം മാർക്ക് ചെയ്ത പോയിൻ്റ്. ആദ്യം നമ്മൾ ജസ്റ്റ് സ്കെയിൽ വെക്കാൻ മാർക്ക് ചെയ്ത പോയിൻ്റാണ് അത്. ഇതുപോലെ നിങ്ങളും നിങ്ങളെ ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് പ്ലസ് 1/2 ഇഞ്ച് ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ നമ്മൾ ആ ഒരു 10 മാർക്ക് ചെയ്ത പോയിൻ്റില്ലേ അവിടുന്ന് നേരെ താഴത്തോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ, നമ്മൾ ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്ത ആടുന്ന് നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. ഇനി ഈടുന്ന് നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഏകദേശം നടുക്ക് വരുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളെ ആ ഒരു യുക്തി പോലെ നിങ്ങൾ എടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ സൈഡിലേക്ക് പോകരുത്. അപ്പോൾ നിങ്ങൾ തയ്യൽ തുമ്പെല്ലാം നോക്കി അതിന് കണക്കായിട്ട് ഇതാ ഈ നടുക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കൂടുതൽ മുകളിലോട്ട് കയറി പോകാനും പാടില്ല. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കണ്ടല്ലോ, ഇങ്ങനെ ആ ഷേപ്പ് നമ്മൾ കൊടുത്തത് കണ്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത് മാർക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടുന്ന അളവാണ് ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ്. അതായത് നമ്മളെ ബെസ്റ്റ് സൈസ് ഇല്ലേ, ബെസ്റ്റിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് നമ്മളെ അണ്ടർ ബ്രസ്റ്റ് എന്ന് പറയുന്നത്. കറക്റ്റ് അളവ് നിങ്ങൾ എടുക്കുക. അപ്പോൾ എത്രയാണോ അളവ് എടുക്കുന്നത് അതിൻ്റെ ഒപ്പം 1/2 ഇഞ്ച് ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ എനിക്കിവിടെ 12.5 ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരുന്നത്. പ്ലസ് 1/2 ഇഞ്ചും ചേർത്ത് 13 ഇഞ്ചിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ആ ഒരു ലൈൻ വരച്ചില്ലേ അതിന് നേരെയാണ് ആ ലൈനിനെ മുട്ടിച്ചിട്ട് ആ സ്കെയിൽ വെച്ചിട്ടുള്ളത്. ആ ലൈനിൻ്റെ അവിടെയാണ് മാർക്കിങ് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടല്ലോ, 13 ഇഞ്ചാടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ അളവുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ബ്ലൗസ് നിൽക്കും. ഇനി ഈ അണ്ടർ ബ്രസ്റ്റിൻ്റെ അളവ് എടുക്കാൻ മറന്നുപോയാൽ കുഴപ്പമില്ല. ഒരാളെ ബോഡിയൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റും. ഇനി ഇതാ താഴിൽ നമുക്ക് ഡാർട്ടിന് നമുക്ക് 1.5 ഇഞ്ചാണ് നമ്മൾ ആദ്യം എടുത്ത് മാർക്ക് ചെയ്തത്. നിങ്ങൾ ഓർക്കണം, ആ 1.5 ആടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഈടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് കൊടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 13 മാർക്ക് ചെയ്ത ആടെയും 1.5 മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. മനസ്സിലായല്ലോ. 13 ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് മാർക്ക് ചെയ്ത് ആ 13ൻ്റെ നേരെയും 1.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈടുന്ന് നമ്മൾ ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത ആടിയില്ലേ, ഇതാ നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്ത ആടുന്ന ഒന്ന് കേവ് പോലെ വരിക, ഈടത്തേക്ക് കൊണ്ടുവരിക, ഈടുന്ന് സ്ട്രെയിറ്റ് കൊടുക്കുക. കുറച്ചും കൂടെ കേവാക്കി കൊടുക്കണം നമുക്കാടെ. ഇതാ ഈടുന്നാണ് നമ്മളൊരു കേവ് പോലെ ആടത്തേക്ക് നമ്മളെ ബെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്ത ആടത്തേക്ക് കൊടുക്കുന്നത്. ഇതാണ് നമ്മളെ പോയിൻ്റ് എന്ന് പറയുന്നത്. അത് മാർക്ക് ചെയ്ത് നിങ്ങൾ വെക്കണം. തുണി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടുന്ന് സ്ട്രെയിറ്റ് കൊടുത്തു വളഞ്ഞു പോലെ. ഇതാണ് നമ്മളെ കട്ടിങ് വരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈസി അല്ലേ? ഇത് നമുക്ക് മുറി തുടങ്ങാം. ആദ്യം ഇത് നമുക്ക് കട്ട് ചെയ്യാം. ആ നടുക്കത്തെ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതല്ലേ. ആദ്യം ഇതുവഴി ഇങ്ങനെ കട്ട് ചെയ്യാം. ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക. ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് പഠിക്കുക. ആദ്യം തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് വന്നൊന്നും വരില്ല. 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ തെറ്റുകളും മനസ്സിലാക്കാൻ പറ്റും. ഞാനെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തത്. ആദ്യം ചെയ്യുമ്പോഴെല്ലാം എൻ്റെതെല്ലാം കുറേ തെറ്റിക്കൊളായി. ഞാൻ കുറേ ബ്ലൗസിൻ്റെ തുണിയെല്ലാം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും പിന്നെയും ചെയ്ത് ലാസ്റ്റ് സെറ്റായി ഞാൻ. അപ്പോൾ ഇത് കറക്റ്റ് ഷേപ്പിൽ അങ്ങനെ മുറിച്ചു. ആ ഒരു പോയിൻ്റ് ഇല്ലേ, നിങ്ങളത് ആടെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. നമുക്ക് ആ പോയിൻ്റ് വേണം. ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് 10 മാർക്ക് ചെയ്തില്ലേ, ആ പോയിൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് ഇത് നമ്മളെ പോയിൻ്റ് ഇതാ ഞാൻ ഒന്നും കൂടെ കട്ടിക്കര മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു നോച്ച് മാർക്ക് കൂടെ ഇട്ട് കൊടുത്തേക്കാം നമുക്ക്. നമ്മൾ ജോയിൻ ചെയ്യുമ്പം ആ പോയിൻ്റ് രണ്ടിൻ്റെ ആ പോയിൻറ്റുകൾ തമ്മിൽ ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ.
അല്ലെങ്കിൽ ആ പോയിൻ്റ് എല്ലാം വ്യത്യാസം വരും, നമുക്കത്ര ഷേപ്പൊന്നും വന്നെന്ന് വരില്ല. ഇങ്ങനെ ഷേപ്പൊക്കെ എടുത്ത് കട്ട് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പം താഴെ ചിലപ്പോൾ ലേശം അധികം വന്നേക്കാം. അതുകൊണ്ടാണ് നമ്മൾ താഴെ നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് നേരം 1/2 ഇഞ്ച് ബാക്ക് പാർട്ടിനെക്കാളും ഫ്രണ്ട് പാർട്ടിൽ ജാസ്തി എടുത്തത്. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പം ലേശം നമുക്ക് അധികം വരും, ഏറ്റക്കുറച്ചിലെല്ലാം വരും. അപ്പോൾ നമുക്ക് പ്രശ്നമല്ലേ, ലാസ്റ്റ് കട്ട് ചെയ്ത് ശരിയാക്കി കഴിഞ്ഞാൽ ലെങ്ത്ത് കുറയും. അവിടെ നമ്മൾ എപ്പോഴും അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കാര്യത്തിൽ. പിന്നെ താഴെ നമ്മൾ എന്ത് ചെയ്യുക, പീസ് വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായി ഇത്രയും നമ്മൾ ചെയ്ത് ഇങ്ങനെയാണ് വരിക. ഇനി നെക്ക് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, അതെല്ലാം നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യേണ്ടത്. അത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യും. ഇനി നല്ല തുണി ലൈനിങ് എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പേപ്പർ കട്ടിങ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ നല്ല തുണിയിലാണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ്ങിലല്ല ഞാൻ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ലൈനിങ് എല്ലാം നീങ്ങിപ്പോകുന്ന ടൈപ്പ് തുണിയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ അകത്ത് ചെയ്താൽ തെറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നീങ്ങാത്ത ടൈപ്പ് നല്ല തുണിയാണ് ഉള്ളത്. അപ്പോൾ ഈ നല്ല തുണീൻ്റെ നല്ല ഭാഗമാണ് ഈ നിങ്ങൾ കാണുന്നത്, സീക്വൻസ് ഉള്ള ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ എടുത്തിട്ടിട്ട് നമുക്ക് കറക്റ്റ് ഈ ഒരു പേപ്പർ കട്ടിങ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ നിങ്ങൾ ആദ്യം ഈ പീസസിന് ഇങ്ങനെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലാണ്ട് ആദ്യം ഓരോന്ന് കട്ട് ചെയ്ത് അങ്ങനെ ആയാൽ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിഞ്ഞു പോകും. ജോയിൻ ചെയ്യാൻ സമയത്ത് നിങ്ങൾക്ക് ഒരു ഭാഗത്ത് എല്ലാം എന്തെല്ലാം ആയിട്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ആ ഒരു പീസിൻ്റെ നിപ്പ് കണ്ടില്ലേ, അത് അങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ. നേരെ അങ്ങോട്ട് തിരിച്ച് വെച്ച് ഒരു പീസ് ഇങ്ങോട്ട് തിരിച്ച് വെച്ച് അങ്ങനെ വേണ്ട. അപ്പോൾ നിങ്ങൾ ഈ കറക്റ്റ് എങ്ങനെയാണോ ജോയിൻ ചെയ്യുന്ന ആ ലെവലിൽ തന്നെ പീസിനെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാൻ പിൻ ചെയ്ത് വെക്കാനാണ് പോകുന്നത്. ഈ പേപ്പർ എങ്ങനെയാണോ കട്ട് ചെയ്തത് ആ കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്യണം. ഒരു തയ്യൽ തുമ്പിൻ്റെ കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കാനുണ്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ഇനി കൂടുതൽ തുണിയെല്ലാം എടുത്ത് അങ്ങനെ ചെയ്യാൻ പോകുന്നത്. നല്ല തുണിയിൽ കറക്റ്റ് അളവിൽ ചെയ്യാം. പിന്നെ സൈഡ് ജോയിൻ ചെയ്യേണ്ട തയ്യൽ തുമ്പ് നമ്മൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്തേക്കുന്നത്, പേപ്പറിൽ പിന്നൊക്കെ ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഈ സൈഡാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് പോവില്ലേ, അത് നമുക്ക് ഇവിടെ എന്തായാലും എടുക്കണം. ഈ സൈഡിലൊന്നും നമുക്ക് തയ്യൽ തുമ്പ് വേണ്ട, ഇത് നമ്മൾ ആം ഹോളിൻ്റെ പോർഷൻ വരുന്നതാണ്. പിന്നെ താഴെയും നമുക്ക് വേണ്ട, ആ ഒരു ജോയിൻ ചെയ്യേണ്ട സ്ഥലത്ത് മാത്രമേ നമുക്ക് 1/4 ഇഞ്ച് അധികം ചേർത്ത് ഇപ്പോൾ കട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഞാൻ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പിന്നെ ഇങ്ങനത്തെ നെറ്റിൻ്റെ തുണിയായിട്ട് നമുക്കിപ്പോൾ ചോക്ക് കുത്തി വരക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പിന്നെ നമുക്കങ്ങനെ വരച്ചു കൂട്ടി ഇടാനൊന്നും പറ്റില്ല. ഇത് നമ്മൾ നല്ലതല്ലേ നമ്മൾ ചെയ്യുന്നത്, പാർട്ടി വെയറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കണം, അത്രയും നീറ്റായിട്ട് തന്നെ വേണം ചെയ്യാൻ. പുറത്തെല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ പേപ്പർ കട്ടിങ്ങെല്ലാം ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ചോക്ക് വരച്ചു കൂട്ടിയത് ചിലപ്പോൾ അങ്ങനെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ മാച്ചായിട്ടുള്ള ചോക്ക് എടുക്കണം, ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനിതാ ഈ സൈഡിൽ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നത് കണ്ടല്ലോ. ഇതാ നോക്ക്, നിങ്ങൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ, നമ്മൾ വരക്കാണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തയ്യൽ തുമ്പെല്ലാം കറക്റ്റായിട്ട് എടുക്കണം, ജാസ്തിയൊന്നും വേണ്ട. കറക്റ്റ് 1/4 ഇഞ്ച് കീപ്പ് ചെയ്തിട്ട് എടുക്കണം നിങ്ങൾ. ഈ ഒരു സൈഡിൽ മാത്രം ജോയിൻ ചെയ്യേണ്ടത് കൊണ്ട് മാത്രം തയ്യൽ തുമ്പ് കൊടുത്ത് ഞാൻ ഒന്നും കൂടെ ശരിക്കും ഒന്ന് കട്ട് ചെയ്യും. മുകളിലത്തെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പീസ് കട്ട് ചെയ്യുമ്പം അങ്ങും ഇങ്ങും തിരിഞ്ഞു പോകാണ്ടെല്ലാം കട്ട് ചെയ്യുക. നല്ല ഭാഗം നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക. ഈ പീസിനെ ചില ആൾക്കാർ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു വെക്കും, ഒന്ന് അങ്ങോട്ട് തിരിച്ചു വെക്കും. തുണി ലാഭിക്കാൻ അങ്ങനെ നോക്കിയിട്ടെല്ലാം കട്ട് ചെയ്യും. നിങ്ങൾ ആ ഒരു ഭാഗം ശരിക്കും നോക്കണം ജോയിൻ ചെയ്യേണ്ടേ. അപ്പോൾ ഇനി ഈ ഒരു വലിയ സാധനത്തിനെ കട്ട് ചെയ്യാൻ നമുക്ക്, അതവിടെ നിൽക്കട്ടെ. ഈ ഒരു ബേസിൻ്റെ കാര്യത്തിൽ നമുക്കിതാ ഇവിടെയൊന്നും തയ്യൽ തുമ്പ് വേണ്ട, മുകളിലും വേണ്ട, താഴിലും വേണ്ട. പക്ഷേങ്കിൽ 2 സൈഡിലുമാണ് നമ്മൾ ആ ഒരു പീസിനെ എടുത്ത് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 സൈഡിലും വേണ്ടേ. ഇവിടെ നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് എന്തായാലും വേണം. ഇവിടെ ഒരു പീസ് ജോയിൻ ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കുറഞ്ഞു പോവും അത് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. ഇനി എന്നാണ് താഴിൽ വേണ്ട നമുക്ക്. ഇനി സൈഡിൽ ഇതാ ഇപ്പുറത്തെ ഭാഗത്ത് 1/4 ഇഞ്ച് നമുക്ക് വേണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് നമുക്കിങ്ങനെ നേരിട്ട് തുണിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ അങ്ങനത്തെ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, സ്റ്റാർട്ടിങ്ങിലാന്ന് തോന്നിയില്ലത് ആ വീഡിയോ എല്ലാം. അപ്പോൾ അത് പോയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കൂടുതൽ തയ്യൽ തുമ്പിലെടുക്കുക മാർക്ക് ചെയ്ത് കൊടുക്കുകയെല്ലാം ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തു. ഇനി മറ്റേ പീസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം നിങ്ങളെ. ഇതാ ലാസ്റ്റ് പീസ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ
ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ, നമ്മൾ ഇപ്പുറത്തെ ഭാഗമാണ് ജോയിൻ ചെയ്യുക. അതുപോലെ ഞാൻ പേപ്പർ വെച്ചിട്ടുള്ളതേ, നേരെ അങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചിലരെല്ലാം തെറ്റിക്കും. കണ്ടല്ലോ. ഇനി ഇതാ തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടേ. ആയി, നമ്മളെ മെയിൻ കട്ടിങ് ആയി. ഇനി ലൈനിങ് ഞാൻ ഒരു പീസിൽ കട്ട് ചെയ്യുന്ന കാണിക്കാം. 2 ലൈനിങ് വെക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ കറക്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണത് അങ്ങനെയല്ല ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിടല്ല സ്ലീവിനെ അങ്ങ് കട്ട് ചെയ്തിട്ട് ലൈനിങ് കട്ട് ചെയ്യാൻ പോയാൽ പോരെ. അപ്പോൾ ഇതാ പേപ്പർ 2ആയി മടക്കിയിട്ടിട്ടുണ്ട്. ലെങ്ത്ത് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ്. ലെങ്ത്ത് ഇവിടെ 21.5 നമുക്ക് പേപ്പറിൻ്റെ അകത്ത് ലെങ്ത്ത് കിട്ടുന്നത്. 22.5 ശരിക്കും വേണം. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ലെങ്ത്ത് ഫുൾ ലെങ്ത്താണ് എടുക്കുന്നത്, താഴെ വരെ വേണം എനിക്ക്. ശരി, ലെങ്ത്തിൻ്റെ കാര്യം നിങ്ങൾ എത്രയാണോ 1.5 ഇഞ്ച് ചേർത്തിട്ട് എടുക്കണം. ഇനി ഇതിൻ്റെ വിഡ്ത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എത്ര എടുക്കണം എന്ന് വെച്ചാൽ 8.25 ആം ഹോൾ റൗണ്ട് അളന്ന് നോക്കിയപ്പോൾ കിട്ടിയത്. ഓർമ്മയില്ലേ സ്റ്റാർട്ടിങ് ചെയ്തത് ആം ഹോൾ കേവ് അളന്ന് നോക്കിയപ്പോൾ? അപ്പോൾ അതിൻ്റെ ആ ഒരു അളവ് പ്ലസ് 1/2 ഇഞ്ച് ചേർത്തിട്ട് എടുക്കുക. 8.25 എടുക്കണം, അല്ലെങ്കിൽ പോട്ടെ 9 എടുത്തോ, അതൊന്നും കുഴപ്പമില്ല. 8.25 എടുത്താൽ കറക്റ്റേ കിട്ടുള്ളൂ. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് വിഡ്ത്തായി. ഇങ്ങനെയാണ് വിഡ്ത്ത് കണക്കാക്കേണ്ടത്. ഇങ്ങനെ 2ആയി മടക്കിയിട്ടാണ് ഉള്ളത്, ഡൗട്ടൊന്നും തോന്നല്ലേ. അപ്പോൾ ഈ മാർക്ക് ചെയ്ത് ഇടുന്ന് താഴത്തോട്ടേക്ക് ഫുൾ സ്ലീവ് ഒക്കെ ആയതുകൊണ്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു വിഡ്ത്ത് മാർക്ക് ചെയ്ത് ആടുന്നത്. എന്നിട്ട് ഇതാ ക്രോസ് ലൈൻ കൊടുക്കുക. ഇങ്ങനെ ഇതാ ഇതുപോലെ ക്രോസ് ലൈൻ നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് ഇതാ ഇവിടുന്ന് കറക്റ്റ് എടുത്തിട്ട് നമ്മൾ 8.25 നമ്മളെ ആ ഒരു കേവ് അളക്കുമ്പോൾ നമുക്ക് കിട്ടിയത്. അതാണ് നമ്മൾ കറക്റ്റ് ആ ഒരു അളവ്, ആ 8.25 മാർക്ക് ചെയ്യുക. അതിൻ്റെ മിഡ് പോയിൻറ്റും എടുത്ത് മാർക്ക് ചെയ്യുക. കണ്ടല്ലോ, ഈ ഒരു 8.25 മാർക്ക് ചെയ്തതിൻ്റെ മിഡ് പോയിൻറ്റിൽ മാർക്ക് ചെയ്തിട്ട് ഈടുന്ന് ഇങ്ങനെ ആ ഒരു മിഡ് പോയിൻറ്റിലേക്ക് 4 ഇഞ്ച് അളവിലിങ്ങനെ പൊന്തിച്ച് ഷേപ്പ് കൊടുക്കുക. താഴോട്ട് വരുമ്പം 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആടുന്നും ഇങ്ങനെ അങ്ങ് ഷേപ്പ് കൊടുക്കുക. 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യേണ്ട. 1/2 ഇഞ്ച് മാർക്ക് ചെയ്താൽ ആം ഹോൾ ചുളിവൊന്നും വരാണ്ട് കിട്ടും നിങ്ങൾക്ക്. നല്ല വണ്ണമുള്ളവരാണെങ്കിൽ അധികം അങ്ങോട്ട് കുഴിച്ചെടുക്കണ്ട കേട്ടോ. ഫ്രണ്ട് പോർഷനും കൂടെ നമുക്ക് കുഴിച്ചെടുക്കാനില്ലയാണ്, എല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷേപ്പ് വരച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒന്നിങ്ങനെ വളച്ച് വളച്ച് അളന്ന് നോക്കാം 8.25 എവിടെയാണ് വരുന്നത് എന്ന്. തയ്യൽ തുമ്പടക്കാടെ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമുക്കിത് 8.5 വരുന്നുണ്ട്, പക്ഷേ എത്ര വേണ്ട, 8.25 വേണ്ടു. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞത്, വിഡ്ത്ത് മാർക്ക് ചെയ്യുമ്പം പ്ലസ് 1/2 ഇഞ്ച് മാത്രം എടുത്താൽ മതിയെന്ന്. ഞാൻ ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ശരി, ഇതാ നമ്മളപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മളെ ഷേപ്പ് വന്നത്. 8.25 നമ്മൾ അളന്ന് കണ്ടുപിടിച്ചു. ബാക്കി തയ്യൽ തുമ്പ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴത്തെ സ്ലീവ് ഓപ്പൺ റൗണ്ടിലെ ഏറ്റവും താഴത്തെ അളവ്, പിന്നെ നമ്മളെ എൽബോൻ്റെ അളവ്, മുട്ടിൻ്റെ അളവ്, ഫുൾ സ്ലീവ് മാർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പാർട്ടിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അളവ് എടുക്കുന്നത് നല്ലതാണ്. കൈയിൻ്റെ മുകളിലോട്ടുള്ളത്, നടുക്കത്തെ അളവ് അങ്ങനെയല്ല എടുക്കുന്നത് നല്ലതാണ്. കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കണ്ടേ, അതിനാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ താഴത്തെ അളവ് ഞാൻ 8ആണ് എടുക്കുന്നത്. 8ൻ്റെ പകുതി 4 ഇട മാർക്ക് ചെയ്യുന്നുണ്ട്. 4 പ്ലസ് തയ്യൽ തുമ്പ് നിങ്ങൾക്ക് 4 ഇഞ്ച് ലൂസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോ. ഞാൻ അധികം ടൈറ്റിൽ ചെയ്യുന്നില്ല കൈ കേട്ടോ. ഞാൻ നോക്കിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ ഒരു മുട്ടിൻ്റെ എടുത്ത അളവ് നിങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. മുട്ട് മടക്കുമ്പോൾ എല്ലാം ടൈറ്റ് വരും കേട്ടോ. നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്, അതെല്ലാം അളവുകളെല്ലാം എടുക്കണം. പിന്നെ നമ്മളെ മസിൽ റൗണ്ട്, അതായത് നമ്മളെ മുട്ടിൻ്റെ മേലോട്ട് വരുന്ന ആ ഒരളവ്, അതെല്ലാം എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഞാനിപ്പോൾ അളവ് പറയുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. നിങ്ങളെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ തീർന്ന്, അത്രയേ ഇല്ലൂ, വലിയ പണിയൊന്നും ഇല്ല. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ജോയിൻ ചെയ്യാം. പിന്നെ തയ്യൽ തുമ്പ് 1.5 എല്ലാ സ്ഥലത്തും മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. കേട്ടല്ലോ നിങ്ങൾ. ടൈറ്റായി പോകരുതേ. കൈയിൻ്റെ മുകളിലോട്ടെ ഭാഗമെല്ലാം ഇതിന് മുന്നേ ആരോ ഇങ്ങനെ തെറ്റിച്ച് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, കൈ ടൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. തെറ്റിക്കാനേ പാടില്ല. ഇതാ ഷേപ്പ് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതെല്ലായിടത്തും 1.5 ഇഞ്ച് ഇങ്ങനെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത്, മുകളിൽ പിന്നെ നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്തിട്ടുണ്ടായിനല്ല, ഇതാ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട്. ഇതാ നോക്ക്, ആയി നമ്മളെ സ്ലീവ് ആയി. പിന്നെ കുഴിച്ച് കട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ജോയിൻ ചെയ്യാൻ നേരത്തെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലരെല്ലാം ചെറുങ്ങനെയെല്ലാം തെറ്റിച്ച് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാ കട്ട് ചെയ്തെടുക്കട്ടെ. സ്ലീവിൻ്റെ കാര്യമായി. ഇനി നല്ല തുണി നിവർത്തി വെച്ചിട്ട് ഈ സ്ലീവിനെ നിവർത്തി വെച്ചിട്ട് കറക്റ്റ് അളവിൽ കട്ട് ചെയ്യുക.
പേപ്പറിൻ്റെ കറക്റ്റ് അളവായിരിക്കണം. നിങ്ങൾ അധികം എടുത്തിട്ട് കട്ട് ചെയ്തേക്കരുത്. നമുക്കിപ്പം വേണ്ടുന്നത് കറക്റ്റ് അളവാണ് വേണ്ടത്. ഇനി ലൈനിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു 1/4 ഇഞ്ചൊക്കെ അധികം എടുത്തിട്ട് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ തുണി അനുസരിച്ചിട്ടാണ് ചെയ്യുക. കോട്ടൺ ലൈനിങ് ഒക്കെ ആണെങ്കിൽ ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ നല്ല തുണി അധികം എടുത്തിട്ട് കട്ട് ചെയ്യുന്നില്ല ഞാൻ അധികവും കാണിച്ചിട്ടുള്ളത്. അത് നമ്മൾ തുണീൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റ് അളവിൽ ഞാൻ പിന്നൊക്കെ ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്, പക്ഷെ പിന്നെ ചെയ്തിട്ടില്ല. മടിയായതുകൊണ്ട് ഞാൻ പിന്നെ കുത്തി വെക്കാൻ നിന്നിട്ടില്ല. വലിയ സ്ലീവല്ലേ, മുകളിൽ തായോളം പിന്നെ കുത്തി വെക്കണ്ടെങ്കിൽ എത്ര നേരം പിടിക്കും. അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്തേക്കാം. പിന്നെ എൻ്റെ ഡ്രസ്സാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് പിന്നെ തെറ്റിയാലും ഞാൻ എങ്ങനെ ആയാലും തുന്നി അത് ഇടും. അതെനിക്ക് അറിയുന്നതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. സ്ലീവ് ആയിട്ടുണ്ട്. ഇനി ഇതാ ഒന്നും കൂടെ ഈ ഒരു സ്ലീവ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അടുത്ത സ്ലീവ്, മറ്റേ കൈക്ക് വേണ്ടേ സ്ലീവ്, അത് ഇതേപോലെ കറക്റ്റ് അളവിൽ ഈ ഒരു സ്ലീവിനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേഗം കട്ട് ചെയ്ത് എടുത്തിട്ട് കാണിക്കാം അല്ലേ, എങ്ങനെ കട്ട് ചെയ്യുന്ന കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂലേ. നമ്മളപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തേ. ഇനി നല്ല തുണീനെ അങ്ങോട്ട് മാറ്റിയിടട്ടെ. ഈ ബാക്കി നല്ല തുണി എനിക്ക് ഷോളിന് ബോർഡറായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും എടുത്തത്. ഇനി എന്ത് ചെയ്യുന്നു, ഈ ഒരു സാറ്റിൻ മെറ്റീരിയലിനകത്ത് ഞാൻ കട്ട് ചെയ്യുന്ന കാണിക്കാം. 2 ലൈനിങ് ഉണ്ട്, സാറ്റിനും ഉണ്ട് ഷിഫോണും ഉണ്ട്. കളറൊക്കെ മാച്ചാക്കണ്ടേ നമുക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, ഈ പേപ്പറിൻ്റെ അന്ന് ഊരിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഊരിയിട്ട് എന്ത് ചെയ്ത് കൊടുക്കുന്നത്, കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനുണ്ടല്ലോ പിന്നെല്ലാം ഊരി അങ്ങ് കളഞ്ഞിട്ട് ഈ ഒരു പീസിനെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യുമ്പോൾ അഥവാ പ്രശ്നമായാലോ നല്ല ഭാഗമാണ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ഭാഗം ലൈനിങ്ങിൻ്റെ നല്ല ഭാഗമാണ് ഇത്, തിളങ്ങുന്ന ഭാഗമാണ് സാറ്റിൻ്റെ നല്ല ഭാഗം. ഈ തുണിക്ക് അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജോയിൻ ചെയ്യുന്ന പോലെ രീതിക്ക് തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ടെൻഷൻ ഉണ്ട് അഥവാ തിരിഞ്ഞു പോയാലോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണ്ടേ. ഇനി ഈ ഒരു പീസിനേക്കാളും എല്ലാ സൈഡിൽ നിന്നും നമ്മൾ 1/2 ഇഞ്ച് ജാസ്തി എടുത്തിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ ഒരു ലൈനിങ്ങുമായി നല്ല തുണി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം വരുന്നതിനെ കട്ട് ചെയ്ത് കളയും. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്, ലൈനിങ് കുറഞ്ഞു പോവും. പ്രത്യേകിച്ച് സാറ്റിൻ മെറ്റീരിയലാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നീങ്ങിപ്പോയാൽ നമുക്ക് നല്ല തുണീനേക്കാളും കുറഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ജാസ്തി എടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു നടുക്കത്തെ പീസും ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ചുറ്റിലും അധികം എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ലൈനിങ്ങിന് മറ്റേ ഒരു ലൈനിങ് കൂടെ ഷിഫോൺ മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അത് ഇതേ സെയിം അളവിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുക. അധികം എടുത്തിട്ട് തന്നെ എല്ലാം കൂടെ നമ്മൾ ഒപ്പരം വെച്ച് അങ്ങ് ജോയിൻ ചെയ്ത് അറ്റാച്ച് ചെയ്ത് എന്നിട്ട് നമ്മളങ്ങ് കട്ട് ചെയ്ത് ലെവലാക്കും. അതും അന്നേരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ വീഡിയോൻ്റെ അകത്ത് പഠിക്കാൻ പറ്റൂല കേട്ടോ, നല്ല ഡീറ്റെയിൽഡ് ആയിട്ടല്ലേ പഠിപ്പിക്കുന്നത്. അന്നേരം നമുക്ക് 2-3 വീഡിയോ ഒക്കെ ആയിട്ട് നീണ്ടു പോവും. അത് നോക്കാം നമുക്ക്. ഈ ഒരു വീഡിയോൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ആവില്ല എന്തായാലും. അപ്പോൾ ബാക്കി ഒരു ലൈനിങ് കൂടി ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ കട്ട് ചെയ്ത് വെക്കും അതേപോലെ തന്നെ കേട്ടോ, ലൈനിങ്ങിൻ്റെ അതേ അളവിൽ. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നെക്ക് കട്ട് ചെയ്യണം നമുക്ക് ക്യാൻവാസിൽ. അതാ ചെയ്യാൻ പോകുന്നത്. 2 പീസ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ 2ആയി മടക്കിയിട്ടിട്ടേ ഉള്ളത്. ബാക്ക് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 9 ആണ്. ആദ്യം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ലേശം വൈഡ് ആയിട്ടുള്ള നെക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3.25 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ബാക്ക് ഭാഗത്ത് കെട്ടെല്ലാം വെക്കും കേട്ടോ, കെട്ടുന്നതെല്ലാം വെക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആലോചിച്ച് തീരുമാനിച്ചില്ല, കാര്യം നോക്കട്ടെ. അപ്പോൾ 3.25 ഞാൻ കൊടുക്കുന്നുണ്ട്. നെക്ക് ലെങ്ത്ത് 9 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ എത്രയാണോ വേണ്ടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പേര് ഒരു 1/4 ഇഞ്ച് ജാസ്തി എടുത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ 9 അങ്ങ് കൊടുത്തതേ ഉള്ളൂ, എന്തായാലും ഡീപ്പാണ്. ഇതുപോലെ ബോക്സ് ഷേപ്പ് വരച്ചിട്ട് റൗണ്ട് നെക്ക്, നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് ബാക്കിൽ കൊടുക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് എടുത്ത് വരച്ച് കൊടുത്താൽ മതി. കൂടുതൽ പുറത്തോട്ടേക്ക് ഇങ്ങനെ വൈഡായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷെ അത്രയൊന്നും ആക്കുന്നില്ല. എന്നാലും ഒരു വൈഡ് കിട്ടും. 3.25 എടുത്തല്ലേ. നിങ്ങളടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ആദ്യമായിട്ട് ചെയ്ത് പഠിക്കുന്നവരാണ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നെക്ക് വിഡ്ത്ത് ലേശം കുറച്ചിട്ട് എടുക്കുക. 2.25 2.5 ഒക്കെ എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ വൈഡ് എടുത്തു കഴിഞ്ഞാൽ ഷോൾഡർ ലൂസാവുന്ന പോലെ എന്തെങ്കിലും തെറ്റ് വന്ന് അങ്ങനെ പറ്റും. ഓക്കെ, ഞാനിതാ ഈ സൈഡിൽ പുറത്ത് ഭാഗത്ത് ചുറ്റും 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഷേപ്പിന് ചുറ്റും. എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായിട്ടില്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ ആദ്യം നെക്ക് ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ ചുറ്റിലും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ. ഇനി ഇതാ കട്ട് ചെയ്യുന്നുണ്ട്.
ഇതിൻ്റെ പുറത്തേത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. ഉള്ളിലേത് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മുകളിലൊരു ലേശം ബാക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നെക്ക് ഇങ്ങനെ അകന്ന് പോവും. ഞാനിതാ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ഇതാ ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, ആ ഒരു 1/2 ഇഞ്ച് വരെ ഞാൻ കട്ട് ചെയ്യുള്ളൂ. 1/2 ഇഞ്ചിൻ്റെ ആടുന്നാണ് ഞാൻ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് 2 നെക്കും അകന്ന് പോവും. ഞാനിതാ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. വീഡിയോൻ്റെ അകത്ത് കാണുന്നേ ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. അത് ഇതാ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതെല്ലാം ശ്രദ്ധിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാ ആ മേലെ ഭാഗത്ത് ഞാൻ വരച്ചത് കൂടെ ഇങ്ങനെ കട്ട് ചെയ്യുക ചെയ്തത്. അത് അവിടെ വെച്ചാൽ നമുക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ അകന്ന് നമ്മളെ കഴുത്ത് പോവും. എത്രയാണെന്നൊന്നും നമുക്ക് ബോധമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിടെ വെച്ചപ്പോൾ കറക്റ്റ് അളവിൽ കിട്ടും. ഇനിയിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ ഇത് അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കും, അങ്ങനെയല്ല അതിന് ചെയ്യണ്ടേ. അതെല്ലാം അടുത്ത ക്ലാസ്സിലാണ്. ഞാൻ വേഗം ഫ്രണ്ടിനൊക്കെ കൂടെ കട്ട് ചെയ്യട്ടെ. ഇപ്പം തന്നെ കുറേ ലെങ്തായി വീഡിയോ, 1/2 മണിക്കൂറിലായി. എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര പണിയായിരിക്കും. പിന്നെ ഇതാ നെക്ക് വിഡ്ത്ത് 3.25 മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഞാൻ 6.5 മാർക്ക് ചെയ്യുന്നുണ്ട്. എത്രയാണ് വേണ്ടത്? 1/4 ഇഞ്ച് ജാസ്തി എടുക്കണം കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പോവും, അതുകൊണ്ട് 1/4 ഇഞ്ച് എടുക്കണം. അപ്പോൾ 6.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ബോക്സ് ഷേപ്പ് കൊടുക്കുന്നുണ്ടേ. ഫ്രണ്ട് നെക്ക് ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം. ഞാൻ 2-3 എണ്ണം നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായല്ലോ, നല്ല ഭംഗിയുള്ളത്. ഇപ്പം ഞാൻ ഒരു വൈഡ് വി പോലെ അങ്ങനെ കൊടുക്കാം. വി അല്ല, ഒരു മോഡലിൽ അങ്ങനെ കൊടുക്കാം. ഞാനിതാ ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ടേ. ഇങ്ങനെ അങ്ങ് കൊടുക്കാം. ഞാനൊന്നും ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല നെക്ക് ഷേപ്പ്. വേറെ എന്തോ ഒന്ന് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിന്, പിന്നെ അത് വേണ്ടാന്ന് ഇങ്ങ് വിചാരിച്ച്. കണ്ടോ, ഇതുപോലെ കൊടുത്ത്. ഇനി ഇതിൻ്റെ ചുറ്റിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. മുകളിലത്തെ ഭാഗത്ത് ഒരു ലൈൻ വരച്ചിട്ട് അതുവഴിയാണ് കട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നെക്ക് ഇങ്ങനെ അകന്ന് കളിക്കും, നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ജോയിൻ ചെയ്യട്ടെ ആ ഷേപ്പ് അതുപോലെ തന്നെ. കണ്ടില്ലേ, ഞാൻ കട്ട് ചെയ്യട്ടെ. ഇനി നിങ്ങൾ നോക്ക്, ഞാനിതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആ ലൈൻ വരച്ചതിൻ്റെ ആടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത്, ഞാൻ എങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് വീഡിയോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. വീഡിയോൻ്റെ അകത്ത് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുമില്ല അല്ലേ. കണ്ടില്ലേ, ഇതുപോലെ കിട്ടി. ഇനി നമുക്കൊരു പീസ് തുണി കട്ട് ചെയ്തെടുക്കാം. ഈ 2 എണ്ണത്തിനെയും ഒട്ടിച്ചെടുക്കണ്ടേ നമുക്ക്, അതും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യണം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഞാനങ്ങ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ചുറ്റിലും നമുക്ക് കുറച്ചധികം വേണം, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് മടക്കി അടിക്കാനുണ്ട്, അത് നമ്മൾ അയൺ ചെയ്തിട്ടാണ് കറക്റ്റ് അളവിൽ മടക്കി അടിക്കേണ്ടതൊക്കെ. 1/4 ഇഞ്ചൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിവർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ബാക്ക് പോർഷനും കൂടെ കട്ട് ചെയ്യണ്ടേ. ഇതാ കണ്ടോ, തുണി ജാസ്തി ഇല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും പഴയ റോസ് തുണിയൊക്കെ എടുത്ത് ചെയ്താൽ മതി. നമുക്കിത് ഉള്ളിലേക്ക് ഹെമ്മിങ് ആയിട്ട് പോകേണ്ട ഭാഗമാണ്, പുറമേ കാണുമൊന്നുമില്ലല്ലോ ഇതൊന്നും. എന്താ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് തോന്നും പോലെ കട്ട് ചെയ്തതേ ഉള്ളൂ. നമുക്ക് അതിനൊന്നും കറക്റ്റ് അളന്ന് കട്ട് ചെയ്യാനൊന്നും നേരമില്ലപ്പാ. ഇനി അയൺ ചെയ്യണം നമുക്ക്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ സ്റ്റിച്ചിങ് പരിപാടികളാണ്. അപ്പോൾ ഈ മുറിച്ചതിനെ എല്ലാം ഒരുമിച്ചെടുത്ത് വെക്കണം, ഓരോ പിന്നൊക്കെ ചെയ്ത് വെക്കണം. പീസൊന്നും വേറെ വേറെ ആയി പോവോ കാണാണ്ടായി പോവോ ചെയ്യാൻ പാടില്ല. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ തീരെ ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ എന്തെന്നായാലും കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം കേട്ടോ. ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിച്ചാൽ മതി, ഞാൻ ഇൻസ്റ്റ ID കൊടുത്തേക്കാം. ഞാൻ എന്തായാലും റിപ്ലൈ തരും. എന്നാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം, ഫ്രീ ടൈം പോലെ. ശരി, എന്നാൽ ബൈ.